വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ജനം ടിവിക്കെതിരെ ജയ്മസി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. അത് നെയ്യാറ്റിൻകരയിൽ നടത്തിയ ഒരു പ്രാർത്ഥനാ സംഗമമായിരുന്നു. ആ പ്രാർത്ഥനാ സംഗമം സമ്പൂർണ്ണ പരാജയമാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിലെത്തുന്നത്. 500-ലധികം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും 30 പേർ പോലും എത്തിയിരുന്നില്ല. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ വാർത്ത നൽകിയതിനാണ് ജനം ടിവിക്കെതിരെ പ്രാർത്ഥനാ സംഗമം നടത്തിയത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും എസ് ശാലിനിയും പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശും ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ശാലിനിയിലേക്ക് പോകാം. ശാലിനി, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും? എന്തായാലും എല്ലാം കുളമായ ഒരു സാഹചര്യമാണ്. ജനം ടി വി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില നിർണായക വാർത്തകൾ നമ്മുടെ പ്രതിനിധികൾ നൽകുന്നു. പക്ഷേ അതിനെയൊന്നും പൊളിക്കാൻ തക്ക അല്ലെങ്കിൽ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ മറുപടിയില്ല. മറിച്ച് ഒരു പ്രതിഷേധ സംഗമം, പ്രാർത്ഥനാ സംഗമം എന്ന പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ഒരു സംഗമം നടത്തുന്നു. അതിൽ 30 പേർ മാത്രമാണ് എത്തിയത്. അത് പാടെ പൊളിഞ്ഞു എന്ന് വ്യക്തമല്ലേ? തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം കൊട്ടിഘോഷിച്ച ഒരു പ്രാർത്ഥനാ സംഗമം നടത്തിയത് ചീറ്റിപ്പോയൊരു സാഹചര്യമാണ് ജയ്മസ്റ്റി കമ്മ്യൂണിറ്റിക്കും ഒപ്പം തന്നെ ബിനു വാഴമുട്ടത്തിന്റെ അനുയായിക്കും ഉണ്ടായതെന്നുള്ളതാണ്. ഇന്നലെയാണ് സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ സംഗമങ്ങൾ നടത്തിയത്. ഏകദേശം 15-20 പാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ജയ്മസ്റ്റി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലുമായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നത് 500-ലധികം ആളുകളെ, വിശ്വാസികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കും, വിശ്വാസ സമൂഹത്തിന്റെ ഒരു ശക്തി പ്രകടനമായിരിക്കും ഇത്, ജനം ടി വിക്കെതിരെയുള്ള ഒരു ശക്തി പ്രകടനമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ജനം ടി വിയുടെ രോമത്തെ തൊടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ ശക്തി പ്രകടനത്തിൽ നിന്ന് നമുക്ക് കാണാനായത്. നമ്മുടെ ടീം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയുടെ ഭാഗമായി അവിടെ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ടീമിനെ നേരിടാൻ ജനം ടി വി റിപ്പോർട്ടറെ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ ക്യാമറാമാൻ അടക്കമുള്ളവരെ നേരിടാനായി അവിടെ ഒരു സംഘം ആളുകൾ, അതായത് പാസ്റ്റർമാരല്ല, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമല്ല, മറിച്ച് ഗുണ്ടകളായിട്ടുള്ള 10-ലധികം പേരാണ് ഇന്നലെ അവിടെ നമ്മളെ കാത്തു നിന്നത് എന്നുള്ളതാണ്. നമ്മളവിടെ എത്തുമെന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കയ്യാമം ചെയ്യാൻ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാനായി കാത്തു നിന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. നമ്മുടെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ അവർ ഹായ് ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരുമാതിരി മുഷ്ടി ചുരുട്ടി വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ആംഗ്യഭാഷകളൊക്കെ കാണിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ ആംഗ്യഭാഷകൾക്കൊന്നും സത്യത്തെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ മൂടി വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജനം ടി വിക്ക് തുറന്നു പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളായി ജനം ടി വി ബിനു വാഴമുട്ടത്തിനെതിരെ നൽകുന്ന വാർത്തകൾ അത് വിശ്വാസ സമൂഹവും ഏറ്റെടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ജയ്മസ്റ്റി കമ്മ്യൂണിറ്റി വിളിച്ചുകൂട്ടിയ ആ ഒരു പരിപാടിയിൽ 500-ലധികം വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞ പരിപാടിയിൽ 30-ൽ താഴെ ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ. അതിലേറിയ പങ്കും ഈ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഉടായ്പ പാസ്റ്റർമാരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പരിപാടി ചീറ്റിപ്പോയ സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തന്നെ ഈ ബിനു വാഴമുട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ബിനുവിനെതിരെ കൃത്യമായ തെളിവുകളടക്കം ജനം ടി വി പുറത്തുവിട്ടിട്ടും മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുപോയി ആശ്രമത്തിലൊക്കെ ഇട്ട് പീഡിപ്പിക്കുന്ന വിഷയത്തിൽ ഒന്നും തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല. 18 വയസ്സിൽ താഴെയുള്ളതായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കെതിരെയുള്ള ഫിസിക്കലായി മെന്റലി ഹരാസ്മെന്റ് ചോദ്യം ചെയ്യാൻ ഒരു ബാലാവകാശ കമ്മീഷനും അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് ജനങ്ങളുടെ ശബ്ദമായി ജനം ടി വി മാറിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ജനം ടി വിക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം ഇവരുടെ ടീം നടത്തുന്നത്. നമ്മുടെ വാർത്താ ശകലങ്ങളടക്കം എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം ഈ പാലിയോട് കേന്ദ്രീകരിച്ചുള്ള ബിനുവിന്റെ ഇഷ്ടക്കാർ, ഷാജു പാലിയോട് അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള അധിക്ഷേപ വർഷമാണ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ലൈവ് ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന് വന്നിട്ടുള്ള വാർത്തകളടക്കമുള്ള അതിൻ്റെ ക്ലിപ്പുകൾ വെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് നടക്കുന്നത്. എന്തായാലും ആ അറ്റാക്കിങ്ങിനോടൊന്നും തന്നെ ജനം ടി വിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ: സത്യം മൂടി വെക്കാനാകില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ജനം മനസ്സിലാക്കും. അത് ജനം മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രാർത്ഥനാ സംഗമത്തിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബിനു വാഴമുട്ടത്തിനും ഈ കള്ളക്കളികൾ തുടരുന്ന ജയ്മസ്റ്റി കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ നടപടി നിലപാട് ജനം ടി വി തുടരും. വാർത്തകൾ ഇനിയും തുടരും എന്നുള്ളതാണ് ഈ കൂട്ടായ്മയോടും ഇവരുടെ സംഘടനയോടും ഈ ഗുണ്ടകളോടും ജനം ടി വിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ജനം ടി വി ഇനിയും
ഇത്തരത്തിലുള്ള ബിനു വാഴമുട്ടത്തിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന വാർത്തകൾ സംപ്രേഷണം ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ വിശ്വാസികളെ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുമ്പോൾ പോലും 500 പേർ പ്രതീക്ഷിച്ചെടുത്ത് 30 പേർ മാത്രമാണ് എത്തുന്നത് എന്ന് പറയുമ്പോൾ ബിനു വാഴമുട്ടത്തിന്റെ സാധാരണ ജനങ്ങൾക്കിടയിലെ സ്വാധീനം അത് വ്യക്തമാണ്. ഒപ്പം ഗുണ്ടകൾക്കിടയിലെ സ്വാധീനവും വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ക്യാമറാമാൻമാരെ അടക്കം ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ അടക്കം അടിച്ചമർത്താൻ ഒരു ശ്രമം അവിടെ നടന്നതും. എന്തായാലും നമുക്ക് ഗോകുലിലേക്ക് കൂടി പോകണം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ഗോകുൽ, ഒരുപക്ഷെ ഗോകുലാണ് ഈ വാർത്തയ്ക്ക് പിറകെ നിരന്തരം അക്ഷീണം പ്രയത്നിച്ച ബിനു വാഴമുട്ടത്തിനെതിരെ ഓരോ കുറ്റങ്ങളും അതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഗോകുൽ പ്രേക്ഷകരിലേക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ എത്തിച്ചത്. എന്തായാലും ഇപ്പോൾ നമുക്കെതിരെ നടത്തിയ ജനം ടി വി വാർത്തകൾക്കെതിരെ നടത്തിയ പ്രാർത്ഥനാ സംഗമം പൊളിഞ്ഞടുകി പാളിസായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ശാലിനി തലസ്ഥാനത്ത് നിന്നും പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം അറിയേണ്ട ഒരു കാര്യം കൂടി ഗോകുൽ, ഇയാൾക്കെതിരെ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ബിനു വാഴമുട്ടത്തിനെ പോലെയുള്ള പാസ്റ്ററിനെ വരച്ച വരയിൽ നിർത്താൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് കഴിയാത്തത്? ഗോകുൽ. അശ്വതി, എന്തായാലും ഈ ജനം ടി വി നൽകിയ വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുവാനായിട്ട് ഈ പാസ്റ്റർക്കോ അതിൻ്റെ അനുയായികൾക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ ആ പ്രാർത്ഥനാ സംഗമം പരാജയപ്പെടാൻ കാരണം യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളും യഥാർത്ഥ പെന്തക്കോസ്ത് വിശ്വാസികളും ഇവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വ്യാജ നെറേറ്റീവുകളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ആ ചതിക്കുഴികളിൽ വീഴാതെ അവർ മാറി നിൽക്കുന്നു എന്നുള്ളത് ഏറെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വിഷയമുണ്ടായതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ് ഇയാൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഏറ്റവും മുന്നിൽ നിന്നതും അതിന് നേതൃത്വം നൽകിയതും പരാതി നൽകാനായിട്ടൊക്കെ മുന്നിൽ നിന്നതും ഒക്കെ തന്നെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ്. ഇയാൾ ക്രൈസ്തവ അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെ മറവിൽ ഈ ബിനു വാഴമുട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളും അതോടൊപ്പം തന്നെ പൈശാചിക പ്രവർത്തനങ്ങളെയും ഏറ്റവും അധികം എതിർത്തിരുന്നത് അതേ വിഭാഗത്തിൽ നിന്നുള്ള യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആദ്യം മുതൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പാസ്റ്ററെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടും ജനം ടി വിയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടും നടത്തിയിട്ടുള്ള ഒരു വ്യാജ പ്രതിഷേധം അത് അങ്ങ് തിരുവനന്തപുരം പാലിയോടാണ് നടന്നത്. പക്ഷേ ആ പ്രതിഷേധം ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വിരലിലെണ്ണാവുന്ന ആളുകളെ വെച്ച് മാത്രം തട്ടിക്കൂട്ടി നടത്തിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ജനം ടി വിയെ വലിയ വെല്ലുവിളിക്കുകയും ജനം ടി വി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുമെന്നൊക്കെ തന്നെ ഭീഷണി മുഴക്കുകയും ചെയ്ത ചില യൂട്യൂബർമാർ അവരുടെ നേതൃത്വത്തിലാണ് ഈ പാലിയോട് ഈ രീതിയിലൊരു പ്രതിഷേധം നടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അയാളൊക്കെ വിളിച്ചു കൂട്ടിയത് മാതിരി അയാളുടെ ചില ഗുണ്ടകൾ മാത്രം വിരലിലെണ്ണാവുന്ന ഗുണ്ടകൾ മാത്രമാണ് ആ പരിപാടിക്ക് വേണ്ടി എത്തിയത്. അല്ലാതെ വിശ്വാസി സമൂഹം ആ പരിപാടിയോട് പൂർണ്ണമായിട്ടും അകലം പാലിച്ചു. അതായത് ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രതീതിയിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു നെറേറ്റീവിൽ നിന്നും ഇവരൊക്കെ യഥാർത്ഥ വിശ്വാസികൾ മാറി നിൽക്കുക തന്നെയാണെന്നുള്ളതാണ് നമുക്കേറെ ശ്രദ്ധേയമായിട്ട് ആ പരിപാടിയിൽ നിന്ന് നോക്കി. അത് തന്നെയാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധികളായ ശാലിനിയും ഗോകുലും പങ്കുവച്ചത്. എന്തായാലും ജനം ടി വിക്കെതിരെ നടത്തിയ പ്രാർത്ഥനാ സംഗമമായിരുന്നല്ലോ, ഇതൊരു പ്രതിഷേധ സംഗമമായിരുന്നു. ഞങ്ങൾക്കെന്തോ മുന്നറിയിപ്പ് നൽകുന്ന പോലെയാണ് ഇത്തരത്തിൽ പാസ്റ്റർ ബിനു വാഴമുട്ടൻ തന്റെ അനുയായികളെ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചത്. പക്ഷേ അവിടെ എത്തിയത് 30 പേർ മാത്രമാണ്.